നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ ഇന്ന് NDA സ്പെഷ്യൽ ക്ലാസ്സാണ് മാത്സിൻ്റേത് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ഫ്രം കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും കുറേ ടോപ്പിക്സുകൾ അല്ലാത്ത എൻട്രൻസുകൾക്ക് പഠിക്കുന്നുണ്ടെങ്കിലും യൂണിറ്റിയുടെ ക്യൂബ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളതിനെ പറയുന്നത് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്നാണ്. ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 8ൻ്റെ ക്യൂബ് റൂട്ട് എല്ലാവർക്കും അറിയാം 2 ആണ്. 27ൻ്റെ ക്യൂബ് റൂട്ട് 3 ആണെന്നറിയാം. 125ൻ്റെ ക്യൂബ് റൂട്ട് 5 ആണ്. 64ൻ്റെ ക്യൂബ് റൂട്ട് 4 ആണ്. അപ്പോൾ എല്ലാ നമ്പേഴ്സിൻ്റെ ഇങ്ങനെ ക്യൂബ് റൂട്ട്സ് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ, ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് നിങ്ങൾ എപ്പോഴും ഒരാളെ ആൻസർ പറയാറുള്ളൂ. പക്ഷേ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 2 പേരെ കിട്ടാറുണ്ട്. ഇപ്പോൾ 16ൻ്റെ സ്ക്വയർ റൂട്ട് +or-4, 25ൻ്റെ +or-5 എപ്പോഴും 2 പേരെ കിട്ടാറുണ്ട്. പക്ഷേ ക്യൂബ് റൂട്ട്സ് പറയുമ്പോൾ ഒരാളെ പറയാറുള്ളൂ. ആക്ച്വലി 3 പേരെ കിട്ടേണ്ടതാണ്. പക്ഷേ ആ 3 പേരെക്കുറിച്ച് നമ്മളങ്ങനെ പറയാറില്ല. പക്ഷേ നമുക്ക് ഏത് നമ്പറിൻ്റെ ക്യൂബ് റൂട്ട്സിനും 3 പേരെ കിട്ടണം, ഒരാളെ പറയുള്ളൂ എന്നുള്ളതിൻ്റെ കാരണം കേട്ടോ, ഒറ്റ ഒരാളേ ഉള്ളൂ അതിൻ്റെ റിയൽ റൂട്ടായിട്ടുള്ളത്, റിയൽ വാല്യൂ റൂട്ടായിട്ടുള്ളത് ഒറ്റ ഒരെണ്ണമേ ഉള്ളൂ. മറ്റ് 2 പേരും കോംപ്ലക്സ് റൂട്ട്സുകളാണ്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയാത്തത്. ഇപ്പം നമുക്ക് 8ൻ്റെ ക്യൂബ് റൂട്ട് 2 എന്നേ പറയാറുള്ളൂ. ബാക്കി 2 പേരുടെ കിട്ടാനുണ്ട്, 3 പേരെ കിട്ടേണ്ടതാണ്. ആ ബാക്കി 2 പേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് റൂട്ട്സുകളായതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് പഠിക്കാഞ്ഞതാണ്. ഓക്കെ, ഇന്ന് പക്ഷേ അതിൻ്റെ ഒരു തിയറിയും പറഞ്ഞ് 2 പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ കൂടെ നമുക്ക് ഇവനെയൊക്കെ പഠിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ക്യൂബ് റൂട്ടിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഇപ്പോൾ x³ = 1 ഇവിടെ നമ്മൾ ക്യൂബ് റൂട്ട് എന്ന് പറയുന്ന മീനിങ് വരുന്നത് ശരിയല്ലയോ. x² = 9 ആണെങ്കിൽ x √, അതുപോലെ ക്യൂബ് റൂട്ട് ആകുമ്പോൾ x³ = 1 ആവാം. പക്ഷേ എക്സിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മൾ ഒമേഗയാണ് കേട്ടല്ലോ. ഒമേഗ³ = 1 ഇൻ ടേംസ് ഓഫ് ഒമേഗയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഒമേഗ³ = 1, ദെൻ ഒമേഗയെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 1ൻ്റെ ക്യൂബ് റൂട്ട് എടുക്കണം. അങ്ങനെ നമ്മൾ ഇവിടോട്ട് പോകാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ 1നെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒമേഗ³ - 1 = 0 ഈസ് ഇൻ ദ ഫോം ഓഫ് a³ - b³ ക്യാൻ ബി a - b × a² + ab + b². ഓക്കെ, അപ്പോൾ ഒമേഗ³ - 1നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ്. ഈ 1നെയും കൂടെ 1³ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒമേഗ - 1 × ഒമേഗ² പ്ലസ് ഒമേഗ + 1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫാക്ടറൈസേഷൻ ആണ് a³ - b³ a - b × a² + ab + b². ഇപ്പോൾ 2 ബ്രാക്കറ്റുകൾ കിട്ടി, ഓരോരുത്തരെയും അങ്ങോട്ട് 0 നിക്കേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ - 1 = 0 ഇംപ്ലൈസ് ഒമേഗ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഒരാളെ കിട്ടി. നെക്സ്റ്റ് ഒമേഗ² + ഒമേഗ + 1 0 എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് -b ± അപ്ലൈ ചെയ്യണം. therefore ഒമേഗ = -1 ± √1 - 4 whole divided by 2, that is -1 ± √3i/2. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ഒക്കെ സ്പീഡ് ചെയ്തോണം. 1 - 4 -3 വരും, അതിന് പുറത്ത് i വരും മൈനസിന് പകരം. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -1 + i √3/2 ആൻഡ് -1 - i √3/2. അപ്പോൾ നമുക്ക് 2 പേരെ കിട്ടി. പക്ഷേ കണ്ടോ, ഇവരെല്ലാം i ഉണ്ട്, അതുകൊണ്ടാണ് 1ൻ്റെ ക്യൂബ് റൂട്ട്സ് ബാക്കി 2 പേര് കോംപ്ലക്സ് ആണെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഒമേഗയുടെ ഒരു വാല്യൂ കിട്ടി, ഇത് മാത്രമേ ഉള്ളൂ റിയൽ വാല്യൂ. 1ൻ്റെ ക്യൂബ് റൂട്ട് 1 എന്നുള്ളത് റിയൽ വാല്യൂ ആയിട്ട് ഒരെണ്ണമേ ഉള്ളൂ, ബാക്കി 2 പേരും കോംപ്ലക്സ് ആണ്. ഇവർക്ക് 2 പേർക്ക് ഒരു പേരുണ്ട് കേട്ടോ, ഫേമസ് ആയിട്ടുള്ള പേരുകളുണ്ട് ഇവർക്ക് 2 പേർക്കും. ഇയാളെ നമ്മൾ വിളിക്കുന്നത് ഒമേഗ എന്നും ഇയാളെ വിളിക്കുന്നത് ഒമേഗ² എന്നുമാണ്. ഓക്കെ, അപ്പോൾ 1ൻ്റെ ക്യൂബ് റൂട്ട് ഇപ്പോൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ 1 എന്നുണ്ട്, ഒമേഗ എന്നുണ്ട്, ഒമേഗ² എന്നുണ്ട്. ഒമേഗയുടെ വാല്യൂ ഒമേഗ² വാല്യൂ ഒക്കെ അറിഞ്ഞിരുന്നോണം. ഒമേഗയുടെ വാല്യൂ -1 + i √3/2 ആണെങ്കിൽ ഒമേഗ² വാല്യൂ -1 - i √3/2 എന്നാണ്. അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട് കേട്ടോ. ഒമേഗ എന്നും ഒമേഗ² ഒന്നും ചുമ്മാ കൊടുത്തതല്ല. ഇയാളെ നിങ്ങൾ സ്ക്വയർ ചെയ്താൽ ഇത് കിട്ടിയിരിക്കും. അതാണ് ഇയാളെ ഈ -1 + i √3/2 ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ ഇതായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇയാളുടെ സ്ക്വയർ ആണ് ഇയാളെ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ ആണല്ലോ, ഇതാണ് നമ്മുടെ. അപ്പോൾ ഇനി ഒരിക്കലും മറക്കല്ല്, 1 ഒമേഗ² ആർ ദ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. ഇനി ഇവർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദീസ് വാല്യൂസ് മീൻസ് 1 + ഒമേഗ + ഒമേഗ² ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ക്യൂബ് റൂട്ട്സ് മീൻസ് ഇത് പ്ലസ് ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂ, ഈ 3 വാല്യൂടെ ആഡ് ചെയ്താൽ നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി എവിടെയെങ്കിലും 1 + ഒമേഗ + ഒമേഗ² എന്നുള്ള 3 ടേമിനെ സമ്മിനെ കണ്ടു കഴിഞ്ഞാൽ 0 എന്ന് എഴുതി കാണാം. ഓക്കെ, നെക്സ്റ്റ് 1 × ഒമേഗ × ഒമേഗ², 3 ഇവിടെ ഇൻറ്റു ചെയ്താൽ 1 × ഒമേഗ × ഒമേഗ² എന്ന് പറഞ്ഞാൽ ആരാണത്? ഒമേഗ³ എന്നാണ്. ശരിയല്ലയോ? ഒമേഗ³ എന്ന് പറഞ്ഞാൽ ഇയാളുടെ എന്താണ് ക്യൂബ് എന്നാണ്. ആൻഡ് ആൻസർ 1 എന്നുമാണ്. ഒരിക്കലും മറക്കില്ല, ഒമേഗ³ = 1. അപ്പോൾ ഒമേഗയുടെ പവറിൽ
3 ടൈംസ് ഏതെന്നാൽ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ഏത് നമ്പർ വന്നാലും ഇനി ആൻസർ ആരെന്ന് എഴുതിക്കോണം 1. ഇപ്പോൾ ഒമേഗയുടെ പവർ 30 എന്ന് വന്നു 30, ആൻസർ 1 ഒമേഗ റൈസ് 90, ആൻസർ എത്ര 1 ആണ്. അപ്പോൾ ഒമേഗ റൈസ് ടു എ മൾട്ടിപ്പിൾ ഓഫ് 3 ഈസ് ഈക്വൽ ടു ഓൾവേസ് 1, മറന്നു പോകരുത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി ഇതിൻ്റെ ഒത്തിരി പ്രോബ്ലംസുകൾ ഉണ്ട് ഈ എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കേണ്ടത്. സിമ്പിളായിട്ടുള്ള പഠിച്ചെടുക്കാൻ പറ്റുന്ന ഈ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഓക്കെ, നമ്മുടെ 2 പ്രോബ്ലംസുകൾ സൂപ്പറായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ. ആൻസേഴ്സ് ഇവിടെയുണ്ട്. അതുപോലെ 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6, 2 പ്രോബ്ലംസ്. അപ്പോൾ നമുക്കിതൊക്കെ കൊച്ചു ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഈ കൊച്ചു ക്വസ്റ്റ്യൻസാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കാറുള്ളത്. അല്ല ടഫായിട്ടുള്ളത് ഒത്തിരി ഒന്നും ചോദിക്കത്തില്ല. NDAക്ക് കുഴപ്പമില്ലാത്ത എക്സാമിന് ചോദിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ നമുക്ക് അറിയാവുന്ന 2 റിസൾട്ടുകളൊന്ന് എഴുതിയേക്കാം. 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1. ഈ 2 റിസൾട്ടുകളാണ് നമ്മുടെ ബലം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ സ്ക്വയർ, മൈനസ് ഒമേഗ ഇൻറ്റു 2 മൈനസ് 2 ഒമേഗ, മൈനസ് ഒമേഗ ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ക്യൂബ്. ഓക്കെ, അപ്പോഴേ നമുക്കിവിടെ വാല്യൂവിന് ഒരാളെ കണ്ടു, ഒമേഗ ക്യൂബിനെ കണ്ടാൽ 1. ഓക്കെ, അപ്പോൾ ഇതങ്ങ് 1 ആയി. ദാറ്റ് ഈസ് 4 മൈനസ് 2 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ പ്ലസ് 1. ഇത് മനസ്സിലായിരുന്നു? മൈനസ് 2 ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ മൈനസ് 2 ടേക്കൺ ആസ് കോമൺ ഇൻ ബ്രാക്കറ്റ് ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ ആൻഡ് ഒമേഗ ക്യൂബ് ഈസ് ഈക്വൽ ടു 1. ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0. അവിടുന്ന് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു -1 എന്നുണ്ട്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ റിസൾട്ടുകളാണ്. That is 4 minus 2 into this becomes -1 plus 1. That is 4 plus 2 plus 1. Answer is 7. Okay. നല്ല ക്വസ്റ്റൻ ആയിരുന്നു, ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റനിലൂടെ കയറാം. 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6 എന്നാണ് നമ്മുടെ ക്വസ്റ്റൻ. ഓക്കെ, അവിടെ ഒരു ടേമിനെ കാണുമ്പോഴേ നമുക്ക് ഇങ്ങനെ തോന്നണം പല കാര്യങ്ങളുണ്ട് അതിൻ്റെ. ഇതുണ്ടല്ലോ 1 പ്ലസ് ഒമേഗ എന്ന് കണ്ടാൽ ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് 1 പ്ലസ് ഒമേഗയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കണ്ടാൽ നമുക്ക് വാല്യൂ ഉണ്ട്. എല്ലാം തമ്മിൽ റിലേഷൻഷിപ്പ്. അത് നമുക്ക് ക്വസ്റ്റൻ എടുത്തെഴുതാം. 1 പ്ലസ് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ. ഇവിടുന്ന് 1 പ്ലസ് ഒമേഗ എന്ന് കണ്ടാൽ അവനെ വിടരുത്. ഈ റിസൾട്ടിൽ നിന്നും 1 പ്ലസ് ഒമേഗ എന്ന് പറഞ്ഞാൽ മൈനസ് ഒമേഗ സ്ക്വയർഡ് എന്നാണ്. ശരിയല്ലേ? 1 പ്ലസ് ഒമേഗ സ്ക്വയർ 0, ദെൻ 1 പ്ലസ് ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ. അപ്പോൾ ഈ 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് ഒമേഗ സ്ക്വയർ മൈനസ് 2 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6. അപ്പോൾ നമുക്കറിയാം മൈനസിൻ്റെ പവർ 6 ആണെങ്കിൽ പോസിറ്റീവാണ്. ദാറ്റ് ഈസ് 2 റേസ് ടു 6 ഇൻറ്റു ഒമേഗ റേസ് ടു 12 എന്ന് കിട്ടും. 2 ഇൻറ്റു 6 ഒമേഗ റേസ് ടു 12 ഒക്കെ എല്ലാവർക്കും അറിയാം എന്താണ് 1 ആണ്. ദാറ്റ് ഈസ് 64 ഇൻറ്റു 1. ആൻസർ ഈസ് എത്രയാണ്? 64. 2 റേസ് ടു 6 ഈസ് എത്രയാണ്? 64. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ 64. അപ്പോൾ ഇങ്ങനെയുള്ളൂ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്നേ ഉള്ളൂ. പക്ഷേ പുതിയ ക്വസ്റ്റ്യനാണ്, നമ്മൾ ചെയ്തിട്ടില്ലാത്തതാണ് എന്നുള്ള വ്യത്യാസമുള്ളൂ. പക്ഷേ ചെയ്യാൻ വളരെ സൂപ്പറാണ്. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ കൊണ്ട് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഓഫ് 3 പ്ലസ് 3 ഒമേഗ പ്ലസ് 5 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6 മൈനസ് 2 പ്ലസ് 6 ഒമേഗ പ്ലസ് 2 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 3. ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഇതിനുള്ളിലുള്ള പ്രത്യേകം നോക്കിക്കേ. ഇതിനുള്ളിൽ കണ്ടോ, ഈ രണ്ടിടത്തും നമുക്ക് 3യെ കോമൺ എടുത്താൽ 3 ഇൻറ്റു 1 പ്ലസ് ഒമേഗ. 1 പ്ലസ് ഒമേഗ നമുക്ക് ഇവിടുന്ന് മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റും ലാസ്റ്റും നോക്കിയാൽ 2 ഒമേഗ സ്ക്വയർ 2 ടേക്കൺ ആസ് കോമൺ ഇൻ ബ്രാക്കറ്റ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഇതൊക്കെയാണ് മുന്നോട്ട് പോകാനുള്ള ഏക വഴി. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ 3 പ്ലസ് 3 ഒമേഗയെ നമുക്ക് 3യെ കോമൺ എടുക്കുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് ഒമേഗ പ്ലസ് 5 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് എത്രയാണ്? 6. അയാളെ മാത്രം ചെയ്യുവാണ്, മൈനസ് അയാളെ നമുക്ക് 2 ചെയ്യാം. ഓക്കെ, 1 പ്ലസ് ഒമേഗ ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ ബിക്കംസ് മൈനസ് 3 ഒമേഗ സ്ക്വയർ പ്ലസ് 5 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6 ബിക്കംസ് 2 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 6. 2 റേസ് ടു 6 64 ഇൻറ്റു ഒമേഗ സ്ക്വയർ റേസ് ടു 6 ഈസ് ഒമേഗ റേസ് ടു 12. ആൻസർ ഈസ് 1. അതുകൊണ്ട് 64 ഇൻറ്റു 1 ആൻസർ ഈസ് 64. അപ്പോൾ ആദ്യത്തെ ആളുടെ ചെയ്തപ്പോൾ കിട്ടി. രണ്ടാമത്തെ ആളെ ചെയ്യാം. രണ്ടാമത്തെ ആളെ ചെയ്യുമ്പോൾ ഫ്രം ദീസ് ടു വി ഗെറ്റ് 2 ടേക്കൺ ആസ് കോമൺ. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 പ്ലസ് ഒമേഗ സ്ക്വയർ പ്ലസ് 6 ഒമേഗ മാറ്റി എഴുതി. ഓക്കെ,
ഹോൾ റേഷ്യോ 3. ക്ലിയർ ആണല്ലോ. 2 + 2 omega square, 2 taken as common. Then 1 + omega square. What is 1 + omega square here? 1 + omega square is minus omega. Okay. 1 + omega square എന്നുള്ളതിനെ മൈനസ് ഒമേഗ എന്ന് എഴുതുമ്പോൾ 2 × മൈനസ് ഒമേഗ മൈനസ് 2 ഒമേഗ plus 6 omega whole cube becomes 4 omega. The whole cube becomes 4 cube. What is 4 cube? 64. That is 64 into omega cube. Answer is 64. അപ്പോൾ ഇത് തമ്മിൽ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ഇവ തമ്മിൽ മൈനസ് ആണ്. ആൻസർ അപ്പോൾ ആരെ കിട്ടി? 0. ദാറ്റ്സ് ഓൾ. ഓക്കെ, രണ്ടും ഒരേ ആൻസർ ആണ്, 0. ഇത്രയേ ഉള്ളായിരുന്നു സിമ്പിളായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ. നിങ്ങൾക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഉടൻ തന്നെ ഇതേപോലത്തെ ക്ലാസ്സുകൾ വരും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എക്സാമിന് വേണ്ടിയുള്ള മാക്സിമം നിങ്ങൾക്ക് നല്ല ക്വസ്റ്റ്യൻസുകൾ തന്നുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഓക്കെ, ഗുഡ് ബൈ.